പ്രഹ്ലാദ, പ്രഹ്ലാദ, നീ എന്നെ സ്മരിച്ചു. ഞാൻ പ്രത്യക്ഷനായി. എന്തിനാണ് ഈ സങ്കോചം? ഒന്നും മൊഴിയാനില്ലേ നിനക്ക്? ഭഗവാനല്ല, ദാസനാണ് നാം. നിന്നെപ്പോലുള്ള ഭക്തർക്കെന്നും നാം ഒരു ദാസൻ മാത്രമാണ്. എന്നും അങ്ങനെ നിലകൊള്ളാനാണ് താനും നമ്മുടെ ആഗ്രഹം. എന്തെന്നാൽ നിന്റെ ഈ നിസ്വാർത്ഥമായ ഭക്തിയുടെ മുന്നിൽ നാം തീർത്തും സംപൂജ്യനായിരിക്കുന്നു. പ്രഭു, അങ്ങ് ഭഗവാനാണ്. അങ്ങന്റെ ദാസനാണെന്ന് പറഞ്ഞ് എന്റെ പാപഭാരം കൂട്ടരുതേ. പ്രഹ്ലാദ, നാം നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അങ്ങയുടെ ദർശനം ലഭിച്ചു. ഇതിലും ഉപരിയായി ഇനി എനിക്ക് വേറെ എന്താണ് വേണ്ടത് ഭഗവാനെ? പരമാത്മാവേ, ഈ എളിയവന്റെ മനസ്സിലുള്ള ആഗ്രഹം സഫലമായിരിക്കുന്നു. ഇതല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹവുമില്ല. ഒരുപക്ഷെ അങ്ങ് എനിക്ക് എന്തെങ്കിലും തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വരം തന്നാലും എന്നെന്നും എന്റെ മനസ്സിൽ അങ്ങയെക്കുറിച്ചുള്ള ഭക്തിയുടെ ജ്യോതി ഒരു അണയാത്ത ദീപനാളം പോലെ സദാ ജ്വലിച്ചിടണം പ്രഭോ. അത് മാത്രമല്ല, ഒരു നിമിഷം പോലും ഞാൻ അങ്ങേ മറന്നു പോവുകയും അരുത്. പ്രഹ്ലാദ, നാം ഇതാ ഈ ക്ഷണം നിന്നെ ആശീർവദിക്കുന്നു. ഈ നിമിഷം മുതൽ എല്ലായിടത്തും, എല്ലാ വസ്തുക്കളിലും, പിന്നെ എല്ലാ ജീവജാലങ്ങളിലും നിനക്കു നമ്മെ ദർശിക്കാനാവും. തഥാസ്തു.